സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടത്. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ സന്ധ്യയിലും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ അരിപ്പാൻ ദൈവം നൽകിയ വലിയൊരു അവസരത്തിനായി കർത്താവിന് മഹത്വം കരുതുന്നു. വിശേഷ കർത്താവദാസൻ പസുഷിജോ അവരുടെ കുടുംബം എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. തുടർമാനമായി നാം ചിന്തിച്ചു വരുന്ന വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിലും നമുക്ക് തിരിക്കാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു. ഞാൻ ഓർപ്പിച്ചു, വിശുദ്ധ തിരുവഴുത്തിന്റെ ഭാഷ അല്ലെങ്കിൽ അതിന്റെ എഴുത്തുകൾ നിർവഹിച്ച രീതിയും അതിൽ നമുക്കുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങളും ഒക്കെ ഓരോ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു വരാറുണ്ട്. വിശേഷം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ആദിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു എന്നുള്ള വാക്യവും അത് നിമിത്തം നമുക്കുണ്ടായ ആശയക്കുഴപ്പവും ഒക്കെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആ വാക്യത്തിന്റെ ശരിയായ സ്ട്രക്ചർ അങ്ങനെ ആയിരുന്നില്ല വരേണ്ടിയിരുന്നെന്നും അല്പം കൂടെ വ്യക്തത ആ വാക്യത്തിൽ വരുത്തേണ്ടിയിരുന്നു എന്നൊക്കെ ഞാൻ ഓർപ്പിച്ചു നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു. എന്ന വാക്കാണ് the beginning was the word and the word was with God and the word was God എന്നൊക്കെ പരിഭാഷപ്പെടുത്തി പോയതെന്നൊക്കെ ഞാൻ ഓർപ്പിച്ചു നിങ്ങളുടെ മനസ്സിൽ. അതുണ്ടല്ലോ, കർത്താവ് സഹായിക്കട്ടെ. ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു. അങ്ങനെയായിരുന്നു അത് വരേണ്ടത്. അത് അതിൽ വചനം എന്ന പരിഭാഷ വന്നതോടുകൂടെ ഉടനീളം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വാരി വിതറിക്കൊണ്ടാണ് ആ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഓർപ്പിച്ചു. ആ ലോഗോസ് എന്ന പദം എങ്ങനെയാണ് ഗ്രീക്കിൽ വന്നതെന്നും അതിന്റെ അർത്ഥം എന്തെന്നും ആ വാക്ക് ഉണ്ടാക്കിയ ആളിന്റെ പേര് ഹെയറോക്ലീറ്റസ് എന്ന മനുഷ്യനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പുതിയ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ അത് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന കാര്യം ഈ യോഹന്നാന്റെ എഴുത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയായിരുന്നോ? 21-ാം അധ്യായത്തിലും എന്താണ് മറ്റ് 3 പേരുടെ എഴുത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വ്യത്യസ്തത എന്താണെന്ന് എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? ഞാൻ കുറെ കാര്യങ്ങളൊന്ന് തുടങ്ങിയിട്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ നിങ്ങൾ വരുത്തിയോ? 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നുവെന്നും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നും കാണുന്നു. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 2-ാം അധ്യായത്തിൽ 3-ാം നാൾ ഗലീല കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി, യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു നിക്കോദീമോസ് എന്ന സംഭാഷണം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവും ശമരിസ്ത്രീയും തമ്മിലുള്ള സംഭാഷണം അതും യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 5-ാം അധ്യായത്തിൽ 38 വർഷമായി കുളക്കരക്കിടന്ന മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 7-ാം അധ്യായത്തിൽ ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. കണ്ടോ? അങ്ങനെ 21 അധ്യായത്തിലെ ഓരോരോ സബ്ജക്റ്റും മറ്റിതര 3 പുസ്തകത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നും അതുകൊണ്ട് തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനം കുറെക്കൂടെ നമുക്ക് ആവേശവും എന്താ പറയാ അറിവും പകർന്നു നൽകുന്നു എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. നിങ്ങൾ 21 അധ്യായത്തിലും മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോ? ഞാൻ അസൈൻമെന്റ് ഒക്കെ തന്നാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? എല്ലാ അധ്യായത്തിലും അങ്ങനെ തന്നെയായിരുന്നു. 11-ാം അധ്യായം നമുക്ക് വളരെ ഫേവറേറ്റ് ആണല്ലോ, ലാസറിന്റെ മരണവും ഉയർപ്പും ഒക്കെ അല്ലേ? എനിക്ക് ആ ഭാഗമൊക്കെ ചിന്തിക്കുന്ന ഭയങ്കര സന്തോഷം. 11-ാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായ ബഥാനിയിൽ അല്ലേ? 11-ാം അധ്യായത്തിന് 1-ാം വാക്യം ആർക്കെങ്കിലും എടുത്തു വായിക്കാമോ? കാണാതെ വായിക്കരുത്, പറയരുത്, എല്ലാവർക്കും അറിയാം. ആ 11-ാം അധ്യായം എടുത്തിട്ട് 11-ന്റെ 1 വായിച്ച് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഔട്ട്ലൈൻ കിട്ടിയിട്ട് വേണം കർത്താവോടൊപ്പം സഞ്ചരിച്ച് ഒലിവുമല വരെ പോകാൻ. മറിയയുടെയും വായിച്ചു സോൾ സിസ്റ്റർ പെട്ടെന്ന് നിർത്തി. എന്തിനാ? മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു.
ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം മതി പൂശി തന്റെ തലം മതി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കുവൈറ്റ് നാട്ടിൽ വന്നാണ് സോൾ സിസ്റ്റർ ഈ ക്ലാസ്സിൽ ആവേശത്തോടെ പങ്കെടുക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. ഇനിയും വായിക്കണം, പോകരുത്. 11-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നു. മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയ. 12-ന്റെ 1 വായിച്ചി. 12-ന്റെ 1. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. മതി 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 മതി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഒരു കാര്യം പറയണ്ട, ക്ലാസ് ആണെങ്കിലും ഒരു ദൂതും കൂടെ കിടക്ക് അങ്ങ് പറഞ്ഞു പോകാമല്ലോ, അതിനു വേണ്ടിയിട്ടാ. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മാർത്തയുടെ മറിയുടെ ഗ്രാമമായ ബഥാനിയ അല്ലേ? ബഥാനിയ അറിയപ്പെട്ടത് മാർത്തയുടെ മറിയുടെ ഭവനം ഗ്രാമമായ ബഥാനിയുടെ പേരിലായിരുന്നു. ഇന്ന് ഒരു പേജ് മറിച്ചപ്പോൾ ബഥാനിയുടെ അഡ്രസ് മാറി. യേശു മരിച്ചു ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയ. കണ്ടോ? ഇതുവരെ അങ്ങനെ അറിയപ്പെട്ടത് മാർത്തയുടെ മരുടെ ഗ്രാമമായ ബഥാനിയ എന്നറിയപ്പെട്ട സ്ഥലം 12-ന്റെ 1 മുതൽ ലാസറിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒരു പേജ് മറിച്ചപ്പോൾ ബഥാനിയുടെ അഡ്രസ് ദൈവതമ്പുരാൻ മാറ്റി. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങളുടെ അഡ്രസ് മാറ്റാൻ ദൈവം പ്രാപ്തനാണെന്ന്? ആര് സ്വോത്രം പറയാനല്ലേ? സ്വോത്രം. ചില പേപ്പറൊക്കെ മറിഞ്ഞാൽ അഡ്രസ് മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മനസ്സിലാകുന്നുണ്ട്. ഇതുവരെയും മറിയാത്തതും ഇതുവരെയും ചലിക്കാത്തതും ഇതുവരെയും നീങ്ങാത്തതുമായ ചില പേപ്പേഴ്സിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിച്ച് അതിന്റെ അഡ്രസ് മാറ്റാൻ അത് മതി. സ്വോത്രം. ഇത് ഉപവാസ പ്രാർത്ഥന അല്ല, ക്ലാസ് ആയതുകൊണ്ട് അത്ര മാത്രം പറഞ്ഞ് ഞാൻ അങ്ങ് വിടുന്നു. ബാക്കി നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടാൽ മതി. ഞാൻ പറഞ്ഞത് ഈ 21 അധ്യായത്തിലെ സബ്ജക്റ്റിന്റെ എന്താ പറയാ വ്യത്യസ്തത, യുണീക്നെസ്, അത് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ? എല്ലാ അധ്യായത്തിലും 20-ാം അധ്യായം 21-ാം അധ്യായത്തിൽ കർത്താവും ശീമോൻ പത്രോസും തമ്മിലുള്ള സംഭാഷണമൊക്കെ വേറെ ഏതെങ്കിലും പുസ്തകത്തിനകത്തുണ്ടോ? വായിച്ചു നോക്ക് അല്ലേ? നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ആ പദം തെറ്റിപ്പോയി. ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നല്ല, ഡു യു ലവ് മീ മോർ ദാൻ ദീസ് തിങ്സ് എന്ന അല്ലേ? ഇംഗ്ലീഷിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് ബഹറിലാണ് ഇപ്പോൾ സണ്ണിച്ചാൻ ബഹറിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. മലയാളത്തിൽ ഇവരിലധികമായി എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഡു യു ലവ് മീ മോർ ദാൻ ദീസ് തിങ്സ്. കണ്ടോ? ദീസ് തിങ്സ്, ഇവയിലധികമായി എന്ന, ഇവരിലധികമായി എന്നല്ല, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. കാര്യം ഞാൻ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇല്ലാത്തവരുടെ പേർക്കാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നാളെ നിങ്ങൾ പറയരുത് പുള്ളി പണ്ട് പറഞ്ഞ കാര്യം തന്നെ ഇപ്പോഴും പറയുന്നത്. പേടി, അതുകൊണ്ടാണ്. കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. മുമ്പ് പറഞ്ഞ നല്ല നല്ല ഓർമ്മ തന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം. 21-ാം അധ്യായത്തിന്റെ സന്ദർഭം നമുക്കറിയാം. ഉയർത്തിരുന്ന കർത്താവ് ഏറ്റവും ഒടുവിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന രംഗമാണ് ഏത്? 21-ാം അധ്യായം. നിങ്ങൾ ഒരുമിച്ച് ക്ഷമിക്കണേ, ഒറ്റ മിനിറ്റ്. ഓക്കെ, 21-ാം അധ്യായത്തിന്റെ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അത് വേറൊന്നല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് ഏറ്റവും ഒടുവിലായി പ്രത്യക്ഷനാകുന്ന രംഗമാണ് 21-ാം അധ്യായത്തിന്റെ സന്ദർഭം. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പത്രോസ് പറഞ്ഞു, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി, ഇനി നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോവുക. പത്രോസ് പറഞ്ഞു. പക്ഷെ മറ്റുള്ളവർ വന്നാൽ ഞങ്ങളും വരിക എന്ന് പറഞ്ഞു. എല്ലാവരും മീൻ പിടിക്കാണ്ട് പോയി. രാത്രി മുഴുവൻ മീൻ പിടിച്ച് ഒന്നും കിട്ടാതെ വരുമ്പോൾ കർത്താവ് കടൽക്കര നിപ്പുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമുക്കറിയാം,
മർക്കോസിന്റെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു രംഗം, പ്രത്യേകിച്ച് 5-ാം അധ്യായത്തിൽ യേശു ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ കർത്താവ് കാണുന്ന കാഴ്ച, ജനം വചനം കേൾക്കൊണ്ട് തന്നെ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ മീൻപിടുത്തക്കാർ പടകിൽ നിറഞ്ഞ് വല കഴുകുകയായിരുന്നു. അതിൽ ശിമോൻ പത്രോസിന്റെ പടകിൽ കർത്താവ് കയറിയിട്ട് പടക് കരയ്ക്ക് അല്പം നീക്കാൻ പറഞ്ഞു. നീക്കി ആ പടകിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ജനത്തോട് സംസാരിച്ചു. തീർന്ന ശേഷം കർത്താവ് ശിമോൻ പത്രോസ് പറയുക, ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞു. വല ഇറക്കി. പെരുത്ത മീൻകൂട്ടം ലഭിച്ചു, അല്ലെ? പെരുത്ത മീൻകൂട്ടം തന്നെ. വല കീറുമാറായി. സ്തോത്രം. തലേ രാത്രി ഒരു empty നെറ്റ് ആയിരുന്നു പത്രോസിന്റെ പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് നെറ്റാണ് പ്രശ്നം. ശൂന്യമായ വലയാണ് കഴിഞ്ഞ രാത്രിയിലെ പ്രശ്നമെങ്കിൽ ഇപ്പോഴത്തെ പത്രോസിന്റെ പ്രശ്നം വല പൊട്ടിപ്പോകുന്നുള്ളത്. നമ്മളീ പലർക്കും അങ്ങനെയാണല്ലോ. ഒന്നും ഇല്ലാതിരുന്നപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പൊ ഇതെല്ലാം കൊണ്ട് പൊട്ടിപ്പോകുമെന്നുള്ള ചിന്തയല്ലാണല്ലോ എങ്ങും പോകാത്തത്. അത്രയും പറഞ്ഞാൽ ഇവിടെ പിന്നെ ഞാൻ എപ്പോഴും അത് ഞാൻ വിവരിച്ചോളാം. പിന്നെ അതൊക്കെ പറയാൻ നോക്കത്തില്ലത്. പോട്ടെ, അതല്ല എന്റെ വിഷയം. ഏതെല്ലാം കൊള്ള ആ മീനെല്ലാം വലിച്ച കരയ്ക്ക് കയറ്റി. ശിമോൻ പത്രോസും കർത്താവ് സംഭാഷണങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പാപിയാണ്, കൊള്ളുകയില്ലാത്തെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, ഉടനെ അവൻ പടകും വലയും വിട്ട് അവനെ അനുഗമിച്ചു. സകലം വിട്ട് പത്രോസ് എന്ത് ചെയ്തു? കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി. പിന്നുള്ള 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന എല്ലാ ശുശ്രൂഷയ്ക്കും സാക്ഷ്യം വഹിച്ച് പത്രോസ്. ആ പത്രോസാണ് ഇപ്പൊ യോഹന്നാൻ 21-ാം അധ്യായത്തിൽ വന്നപ്പോൾ കർത്താവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞുള്ള സന്ദർഭത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞു, കർത്താവ് സ്വർഗത്തിലേക്ക് വരും, നോക്കിയതിന്റെ കാര്യമൊന്നുമില്ലോ, ഞാൻ മീൻ പിടിക്കാൻ പോവുക. മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങളും പോവാന്ന് പറഞ്ഞു. മീൻ പിടിക്കാൻ പോകുന്നൊന്നും എനിക്ക് യാതൊരു എതിരുമില്ല. മീൻ പിടിക്കാൻ പോകുന്നത് തെറ്റാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്റെ പ്രശ്നം അതൊന്നുമല്ല. നമ്മളിവിടെ 5-ാം അധ്യായത്തിൽ ലൂക്കോസ് നമ്മൾ കാണുന്നുണ്ട്. ഉടനെ അവൻ പടകും വലയും വിട്ടവനെ അനുഗമിച്ചു. അങ്ങനെയല്ല വാക്യം? നിങ്ങൾ എല്ലാവരുടെയും പുസ്തകം ശ്രദ്ധിച്ചു നോക്കണം. എല്ലാവരുടെയും പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോന്ന്? പടകും വലയും വിട്ടവനെ അനുഗമിച്ചെന്നല്ലേ? അല്ലേ? ഒന്നെടുത്തേ. നീ അതൊരു സംശയമായിട്ട് വെച്ചോണ്ടിരിക്കണ്ട. 5-ാം അധ്യായം എടുത്തേ. അതിന്റെ 5-ാം അധ്യായം 11-ാമത്തെ വാക്യം ലൂക്കോസ്. പിന്നെ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ടവനെ അനുഗമിച്ചു. കണ്ടോ? മതി. സകലവും വിട്ടവനെ അനുഗമിച്ചു. മത്തായിയും മർക്കോസും ഒക്കെ കാര്യം പറയുന്നുണ്ട്. എന്റെ ചോദ്യം ഇതൊന്നുമല്ല. സകലവും വിട്ടാണല്ലോ കർത്താവിന്റെ പിന്നാലെ പോയത്. അതെ, എല്ലാം വിട്ട് അനുഗമിച്ചു. എന്റെ ചോദ്യം, പക്ഷെ 21-ാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകും, ആരെങ്കിലും വരുന്നു ചോദിച്ചു. ബാക്കി എല്ലാവരും പോയി. അവിടെയും പ്രശ്നമൊന്നുമില്ല. എന്റെ ചോദ്യം, ഈ എല്ലാം വിട്ട് അനുഗമിച്ച പത്രോസിന് ഇപ്പൊ എവിടുന്ന ഈ പടകും വലയും? എല്ലാരും എന്നെ ശ്രദ്ധിച്ചേ, ആരും വീഡിയോ ഓഫ് ചെയ്യരുത്. എല്ലാം വിട്ട് അനുഗമിച്ചതല്ലേ? ആണല്ലോ. ആ, പിന്നെ ഇപ്പൊ ഈ പടകും വല എവിടുന്ന് കിട്ടി മീൻ പിടിക്കാൻ? സ്തോത്രം. ഇരുട്ടിലിരിക്കുന്നവരെല്ലാം വെളിച്ചത്തോട്ട് വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. പറ, സകലവും വിട്ട് അനുഗമിച്ച പത്രോസിന് ഇപ്പോൾ എവിടുന്നാണ് ഈ പടകും വലയും? എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാം വിട്ടിറങ്ങി എന്ന് പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം തട്ടിയത് വന്നാൽ ഒരു മുട്ടുകൈക്ക് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ട് ആ രക്തഞ്ചായി ഗ്ലോറി പറഞ്ഞ് വിക്ടറി പറഞ്ഞ് പോണേ. പിന്നെ എല്ലാം വിട്ടിറങ്ങി നീ പറച്ചിലും മാത്രല്ലേ ഉള്ളൂ. ഇനി കർത്താവിനെ നോക്കുന്നൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി പത്രോസ് മീൻ പിടിക്കാൻ ചാടുമ്പോ ബാക്കിയുള്ളവരും കൂടെ ചാടണമെന്നുണ്ടെങ്കിൽ എല്ലാം വിട്ട് അനുഗമിച്ച് ഇപ്പൊ എവിടുന്ന് കിട്ടിയെന്ന് എന്റെ ചോദ്യം. ഏതായാലും കർത്താവ് കൊടുത്തിട്ടില്ല, ഉറപ്പല്ലേ? അല്ലേ? കർത്താവ് സ്വർഗാലയം പോകുന്നതിന് എല്ലാവർക്കും ഓരോ വള്ളവും വലയും മേടിച്ച് കൊടുത്തിട്ടാണോ പോയത്? അല്ലല്ലോ.
കണ്ടോ? കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പോയപ്പോഴത്തേക്ക് ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പണ്ട് ഏതെല്ലാം വേണ്ട എന്ന് വെച്ചോ അത് വീണ്ടും തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും വിട്ടിട്ടില്ലെന്നല്ല അതിനർത്ഥം. സ്തോത്രം. നമ്മുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ് എല്ലാം വിട്ടിറങ്ങി ചുമ്മാതെ നമ്മളെ പോലെ നാടൻ ഭാഷ പറഞ്ഞ് ആ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. എന്തായാലും ഞാൻ അങ്ങനെ പറയുകയാണെ ഈ പുഴു അടിക്കുന്ന ആൾക്കാർ വേറെ വല്ലതും ഉണ്ടോ? എവിടെ എല്ലാം വിട്ടിറങ്ങിയത് ഈ പറഞ്ഞത്? കാറിൽ ഇങ്ങനെ പോകുമ്പം ജംഗ്ഷനിൽ വന്നപ്പോ വലതുവശത്ത് ഭയങ്കര ഒരു പള്ളി, ഉടനെ അടുത്തിരിക്കുന്ന കണ്ടോ ഞങ്ങളുടെ ഇടവകയാണ്. പിന്നെ ഞങ്ങളുടെ അപ്പച്ചനൊക്കെ കൂടി അയ്യോ ഞങ്ങളുടെ ഇടവകയാ. അതാ ഞാൻ പറഞ്ഞ വിട്ടിട്ടില്ല നീ പറഞ്ഞ. അതിന് യോഹന്നാന്റെ സുവിശേഷം പഠിക്കണം. ഞാൻ വെറുതെ കാടി കയറി പോയത്, ഇങ്ങോട്ട് തന്നെ വരിക. അതിനായി യോഹന്നാന്റെ സുവിശേഷം പഠിക്കണം നീ പറഞ്ഞത്. നിങ്ങൾ ആ സുവിശേഷം ഒന്ന് വായിച്ചു നോക്കിയേ. യഹൂദന്മാരുടെ ഒരു പെരുന്നാൾ ഉണ്ടായിട്ട്, യോഹന്നാൻ ആരാ? ബ്രാഹ്മണനാണോ? അല്ലല്ലോ. എന്താ യോഹന്നാൻ പറഞ്ഞു ഞങ്ങളുടെ പെരുന്നാൾ എന്ന് പറയാൻ? ഞങ്ങളുടെ ഇടവകയിലെ പെരുന്നാൾ എന്ന് യോഹന്നാൻ പറഞ്ഞില്ലല്ലോ. യഹൂദന്മാരുടെ പള്ളി, ഞങ്ങളുടെ ഇടവകയെന്നല്ല. എഴുന്നേറ്റ് പോകരുതേ. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? സ്തോത്രം. എല്ലാം വിട്ടിറങ്ങി പറയുമ്പോഴും പലതും വിട്ടുകളയാൻ മനസ്സില്ലാതെ ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെന്നേ. ഞാൻ മുമ്പ് ഒരിക്കൽ അഹരോന്റെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി 40 ദിവസം അവിടെ ആയിരുന്നു. ജനം കെട്ടഴിച്ച് ഒരാക്കണ്ട യോഗ. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞപ്പോൾ അഹരോൻ കയ്യിലും കാതിലും കടന്ന് എല്ലാം വാങ്ങിച്ച് തീക്കാറ്റ് തുരുക്കി. അവിടുത്തെ ഒരു പദമാണ് ശ്രദ്ധിക്കേണ്ടത്. കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി. കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി, ഷേപ്പ് വരുത്തി. അതിനൊന്നും എനിക്ക് എതിരൊന്നുമില്ല. പക്ഷെ എന്റെ ചിന്ത, ആ ചോദ്യം അതല്ല. അഹരോൻ എവിടെ നിന്നാണ് ഈ കൊത്തുളി കിട്ടിയത്? അഹരോൻ ഈ കൊത്തുളി എവിടുന്ന് കിട്ടി? അത് മിസ്രൈമിലെയാ. പുള്ളി ആത്മാവിൽ നിറഞ്ഞ പെസഹൊക്കെ ആചരിച്ച് രക്തം ചെയ്യും ഗ്ലോബി പറഞ്ഞൊക്കെ പോന്നപ്പോഴുണ്ടല്ലോ, ഒരു കൊത്തുള്ളിയും പോക്കറ്റിൽ ഇട്ടോണ്ടാ പോകുന്നത്. പുള്ളി ആത്മാവിൽ നിറഞ്ഞ് ഇതെല്ലാം പറയുമ്പോഴും കൊത്തുള്ളി കൂടെ ആയി തുള്ളുന്നേ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അതാണ് കർത്താവ് ചോദിച്ചത്, ഇവയിലധികമായി. പത്രോസേ, നീ എത്ര ശ്രമിച്ചിട്ടും വിട്ടുകളയാൻ നിനക്ക് മനസ്സില്ലാത്ത നിന്റെ പഴയ വലയേക്കാൾ, പടകിനേക്കാൾ, മത്സ്യസമ്പത്തുള്ള ഈ ഗലീല കടലിനേക്കാളൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതാണ് ചോദ്യം. അതാണ് ഇവയിലധികമായി. ഇവരിലധികമായി എന്നല്ല. അങ്ങനെ ഒരു പാഷ്യാലിറ്റി കർത്താവ് കാണിക്കുകയാണ്. ഈ 12 അധികമായി നീ എന്നെ അധികം സ്നേഹിക്കുന്നോ? കർത്താവ് സ്നേഹിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ സ്നേഹിക്കുന്നു. ഒരാൾ സ്നേഹം കൂടുതലും കുറവും ഒന്നുമില്ല. അങ്ങനെ 12 കഷ്ണമൊക്കെ കാണുന്ന ഒരു കർത്താവ് അല്ലല്ലോ നമുക്കുള്ളത്. അതുകൊണ്ട് ഇവരിലധികമായി എന്നല്ല, ഇവയിലധികമായി. ഞാൻ മടങ്ങി വരുന്നു. അങ്ങനെ 21 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ 21 അധ്യായത്തിലും മറ്റ് എഴുത്തുകാർ പറയാത്ത കാര്യങ്ങൾ പറയുന്നതിൽ യോഹന്നാൻ എന്ന ഗ്രന്ഥകാരൻ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ വ്യക്തമായി കാണാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. നിങ്ങളുടെ വായനയ്ക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ മാത്രം വിടുകയാണ്. യോഹന്നാന്റെ എഴുത്തിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. സകലത്തിന്റെ പെർഫെക്ഷൻ, പൂർണ്ണത കാണിക്കാൻ ഉപയോഗിക്കുന്ന 2 നമ്പേഴ്സ് ഉണ്ട്, 2 സംഖ്യകളുണ്ട്. നമ്പർ 1 3 എന്ന സംഖ്യ, നമ്പർ 2 7 എന്ന സംഖ്യ. ഈ 2 നമ്പേഴ്സും ഉപയോഗിക്കുന്നതിൽ യോഹന്നാൻ എന്ന എഴുത്തുകാരൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുന്നുണ്ടോ? ഈ 2, 3 എന്ന സംഖ്യയും 7 എന്ന സംഖ്യയും അത് ഉപയോഗിച്ച പൂർണ്ണത എഴുത്തിലും വിഷയത്തിലൊക്കെ വരുത്തുന്നതിൽ യോഹന്നാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ അത്
ഇനി അതിനകത്ത് നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കരുതേണ്ടതായിട്ടുണ്ട്. 3 എന്ന സംഖ്യ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഞാൻ അങ്ങനെ ആ ടൈം ഉപയോഗിച്ചൊന്നും ഒന്നും പോകുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. യോഹന്നാന്റെ എഴുത്തിന്റെ പെർഫെക്ഷൻ നമുക്ക് കാണാം. അതിന് ഒന്നാം ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റ് എഴുത്തുകാർ വിട്ടുകളഞ്ഞ കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് യോഹന്നാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം 7 മിറക്കിൾസ്, 7 അത്ഭുതങ്ങൾ. മറക്കരുത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അത്ഭുതങ്ങളാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്ഭുതങ്ങൾ 7 എണ്ണമല്ല, പക്ഷെ 7 എണ്ണം. പക്ഷെ അതിനകത്തും പ്രത്യേകതയുണ്ട്. അത് 2 എണ്ണം ഒഴികെ ബാക്കി 5 അത്ഭുതങ്ങളും മത്തായിയോ മർക്കോസോ ലൂക്കോസോ രേഖപ്പെടുത്താത്ത 5 സംഭവങ്ങളാണ്. മറക്കരുത്, 2 എണ്ണം മറ്റു സുവിശേഷങ്ങളിൽ കാണാം. 5 അത്ഭുതങ്ങൾ മറ്റ് ഇതര സുവിശേഷങ്ങൾ ഇല്ലാതെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമുണ്ട് എന്ന് മാത്രം ഞാൻ ആ ഭാഗം വിടുന്നു. വിശദീകരിക്കുമ്പോൾ ഞാൻ പിന്നെ പറഞ്ഞുകൂടാ. രണ്ടാമത്തെ കാര്യം 7 ക്ലെയിംസ്. ഞാനാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് തുടങ്ങി. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്താ ആ വാക്യത്തിന്റെ അർത്ഥം? ഞാൻ ഇടയ്ക്കൊന്ന് കയറി ചോദിക്കുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്താണ് ആ പദത്തിന്റെ അർത്ഥം? ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്തോത്രം. ഹെബ്രോൻ ചർച്ചിലെ വിശ്വാസികൾ പറയേണ്ടതാണ്. ഞാൻ തന്നെ അങ്ങ് പറയാം. ആരേതോട്ട് പറഞ്ഞല്ലോ, ഞാൻ കേട്ടില്ല. അത്രം പറഞ്ഞപ്പം ചൂട് കയറി. ഓക്കെ, വെരി ഗുഡ്. ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് വിട്ടല്ലോ. അന്നവിടെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലേ? വെരി ഗുഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു വാക്കെടുത്ത് വെറുതെ വ്യാഖ്യാനിച്ചു പോകരുത്. ഇതാരാണ് സംസാരിച്ചത്? 2, ആരാണ് ഇത് കേട്ടത്? 3, കേട്ടവർക്ക് അതെങ്ങനെയാണ് മനസ്സിലായത്? മറന്നു പോകരുത്. ആര് ആരോട് സംസാരിച്ചു, കേട്ടവർ അതെങ്ങനെയാണ് ഗ്രഹിച്ചത്, അവരർത്ഥമാക്കുന്നത് എന്താണ്? കർത്താവ് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകരുത്. യഹൂദന്മാരോടാണ് നമ്മൾ വേഗമായിട്ട് പറഞ്ഞു പോകരുത്. യഹൂദന്മാരുടെ 4 കാറ്റഗറി ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടത്? ഞാൻ പറയത്തില്ല ഏതാണ്. ഞാനൊരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാമെന്ന് നിങ്ങൾ വെച്ചു. ആ 4 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയോടാണ് സംസാരിച്ചത്? കേൾക്കുമ്പോൾ അവരതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മനസ്സിലായോ? അത് കൃത്യമായും ഗ്രഹിച്ചിരിക്കണം. പോട്ടെ, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാണ് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അത് കേട്ട കേൾവിക്കാരെന്താണ് മനസ്സിലാക്കുന്നത്? വഴി എന്ന് പറഞ്ഞാൽ പ്രാകാരമാണ്. സത്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധ മന്ദിരമാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലമാണ്. അവിടെയാണ് ജീവനായ രക്തം അർപ്പിക്കുന്നത്. ഞാൻ തന്നെയാണ് വഴിയും സത്യം ജീവനും എന്ന് പറഞ്ഞാൽ കേട്ട യഹൂദന്മാർക്ക് മനസ്സിലായി നസ്രനായ യേശു തന്നെയാണ് പ്രാകാരവും വിശുദ്ധ മന്ദിരവും അതിവിശുദ്ധ മന്ദിരവും എന്നുള്ള കാര്യം. ആ അർത്ഥത്തിലാണ് അവർ ഗ്രഹിച്ചത്. നമ്മൾ സ്പിരിച്വലി വേറെ മീനിങ് കൊടുക്കുന്നെങ്കിലും കേട്ട ആളുകൾ അവർ വഴിയെന്നും ജീവനെന്നും നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ നിന്നടിയാർക്കു പിതാവിൻ സന്നിധ വന്നിടമേ സതതം. അല്ലേ? നമ്മൾ പാടുകയില്ലേ? നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ നിന്നടിയാർക്കു പിതാവിൻ സന്നിധ വന്നിടമേ സതതം. ഏത് വഴിയാ? തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഭവമോക്ഷ മാർഗം തുറന്നു. നമ്മൾ പാടുകയല്ലേ?
തന്റെ ദേഹമെന്ന് തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. കണ്ടോ, പിതാവിലേക്ക് പ്രവേശനം പുത്രൻ മുഖാന്തരം. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലുന്നില്ല. ആ വഴി തന്നെയാണ്. പക്ഷേ കേട്ട യഹൂദന്മാർ അവർ അപ്പോൾ മനസ്സിലാക്കിയ പ്രാകാരം, വിശുദ്ധ മന്ദിരവും അതിവിശുദ്ധ സ്ഥലവും കണ്ടോ. നിങ്ങൾ പഠിച്ചു നോക്കണം. ചുമ്മാ അല്ല പൗലോസ് യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തൊക്കെ വലിയവനാണ് എബ്രാലയത്തിലൊക്കെ സ്ഥാപിക്കാൻ കാരണം. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്ത അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ 7 claims ഞാൻ ആകുന്നെന്ന് പറഞ്ഞ 7 കൂട്ടം കാര്യങ്ങൾ, 7 witnesses, അതൊക്കെ ഞാൻ പിന്നാലെ ശരിക്കാൻ നിങ്ങൾ നോട്ട് തയ്യാറാക്കുന്നവർക്കൂടെ ഞാൻ ആ പോയിന്റ് ഒന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാമേ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ടൊക്കെ എഴുതുന്നുണ്ടല്ലോ അല്ലേ? അത് ഞാൻ കേട്ട് ആത്മാവിൽ നിന്ന് പോവുകയാണോ? ഞാൻ പാട്ടൊക്കെ നിർത്താൻ കാരണം, അല്ലെങ്കിൽ ഒരു എന്നോട് പാടി നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞു പോകും. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് എല്ലാം വെള്ളത്തിൽ വരച്ചു കൊല്ലാവുകയും ചെയ്യും. അതുകൊണ്ട് ആരും ആത്മാവിൽ നിറയരുത് ദയവായി. കുറച്ചു നേരം കൊണ്ട് ബലം പിടിച്ചിരുന്ന് ഇതൊന്ന് കേട്ട് ഗ്രഹിച്ചതിന് ശേഷം ക്ലാസ് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞതിന് ശേഷം നിങ്ങൾ പാട്ടുപാടി ആത്മാവിൽ നിറയണം കേട്ടോ. ക്ലാസ്സിനിടയ്ക്ക് നിറയരുത്, ശ്രദ്ധയോടെ കേൾക്കുക. ഈ യോഹന്നാൻ എഴുതുമ്പോഴുണ്ടല്ലോ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞപ്പം 1-2 പേർക്ക് ഒരു വിഷമവും പ്രയാസമൊക്കെ തോന്നി. അതിനകത്ത് 1-2 ചോദ്യങ്ങളൊക്കെ എൻ്റെ നേരെ വന്നിരുന്നു. ഞാൻ അന്നേരം മറുപടി കൊടുത്തില്ല. പിന്നെ ഇപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. ചോദ്യം ചോദിച്ചാരെന്ന് ഞാൻ പറയല. ഈ ആത്മാവിൽ നിറഞ്ഞ് വീഴുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അത് കേട്ട ആൾക്കാർക്ക് ഒരു ചെറിയ വിഷമം തോന്നി. അപ്പം എന്നെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണെന്ന് തോന്നുന്നു. ഏതായാലും ചോദിച്ച ആളിന് ഞാൻ അങ്ങനെ ഒതുകിയെന്ന് പിടികിട്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് മറുപടി ഇപ്പൊ ഒറ്റ വാക്കിൽ എന്ന് പറയുകയാണ്. വേദപുസ്തകത്തിൽ ഒരിടത്തും മലർന്നു വീണതായി തിരുവചനത്തിൽ കാണുന്നില്ല. ദൈവസനെ വീണതെല്ലാം കവിണ്ണു വീണു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുന്നു. അബ്രഹാം ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. മോശ ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. ദാവീദ് ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. ശലോമോൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. എന്തിന്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ദൈവസന്നിധിയിൽ കവിണ്ണു വീണു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യോഹന്നാനും ദർശനമുണ്ടായപ്പോൾ, വെളിപ്പാട് പുസ്തകത്തിന്റെ ദർശനം ഉണ്ടായപ്പോൾ, when he was in spirit, ആത്മവിവശനായി അല്ലേ വീണ് കിടക്കുക. അത് വീണ് ബോധമില്ലാതെ കിടക്കൊന്നുമല്ല. ദർശനങ്ങളെ കാണുക മാത്രമല്ല, ആ ദർശനത്തിൽ കണ്ടാൽ എഴുതിക്കോളാൻ പറഞ്ഞു പുള്ളി എഴുതുകയും ചെയ്യും. ഇല്ലേ? 22 അധ്യായം എഴുതി തീർത്ത്. ചെറിയ കാര്യ. ഇന്ന് വീണവരോട് എഴുന്നേറ്റ് വരും ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടായി? നേരെ വിവരിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് അപ്പൊ മൈക്ക് ഇങ്ങനെ പിടിച്ചോണ്ടല്ലേ ചോദിക്കുന്നത്. സഹോദരി പറഞ്ഞാട്ടെ, എന്താണ് സംഭവിച്ചത്? അത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേവദാസൻ ഇങ്ങനെ കൈ വീശിയപ്പോഴത്തേക്കിന് ഏതാണ്ട് എന്റെ ദേഹത്തോട്ട് ഇങ്ങനെ വന്ന് വലിയൊരു തണുപ്പ് പോലെ. ചിലർക്ക് തണുപ്പാണ്, ചിലർക്ക് ചൂടാണ്. അത് കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും കൂടെ ഒരു തണുപ്പ് പോലെ വന്ന് ഞാൻ അങ്ങ് വല്ലാണ്ടായി, അങ്ങനെയായി ഇങ്ങനെയായി. എങ്ങനെ? ഒന്നുമില്ല, തീർന്നു. അഭിഷേകം വരുമ്പോൾ ബോധക്കേടാണോ ഉണ്ടാകുന്നത്, അതോ ബോധം വരികയാണോ? ഞാൻ മുമ്പും പറഞ്ഞു, ഏതു ബോധമില്ലാത്തവനെയും ബോധം വരുത്തുന്നതാണ് അഭിഷേകം. അല്ലാതെ ഉള്ള ബോധം കൂടെ കളയുന്നതല്ല. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ആത്മവിവശതയിലായി വീഴണം, പക്ഷെ കവിണ്ണ വീഴാവും. ചുമ്മാ വീണാ പോരെ, എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് അന്നേരം ഉണ്ടായ അനുഭവം എന്താന്ന് പറയുകയും ചെയ്യും. പിന്നെ കണ്ട കാര്യങ്ങള് അറ്റവും തുമ്പും മാത്രമായിട്ട് പറയരുത്, കൃത്യമായിട്ട് പറയണേ. ചില പറഞ്ഞു ഞാനിങ്ങനെ കണ്ടായിരുന്നു, എന്താണ് ഏതാണെന്ന് എനിക്ക് അങ്ങോട്ട് വരുന്നില്ല, അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഇങ്ങനാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആത്മാവ് കാണിക്കുകയല്ലോ. ഞാനൊരു കാര്യം പറയാം.
ചടങ്ങുള്ള വ്യക്തിയാണെങ്കിൽ യാക്കോബ് ഒരിക്കലും ദർശനം കണ്ടു. ഭൂമിയിൽ നിന്നും സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി, അതിൽ കൂടെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച യാക്കോബ് കണ്ടു. ദർശനം കാണുക അങ്ങനെ വേണം കാണാൻ. ഭൂമിയിൽ നിന്നും സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി, അതുകൊണ്ട് ദൂതന്മാർ കയറി ഇറങ്ങുന്ന രംഗം യാക്കോബ് കണ്ടു. എന്റെ ഇഷ്ടം ഞാൻ പറയാം. യാക്കോബ് കണ്ട ദർശനത്തിന് തുടക്കവും ഉണ്ടായിരുന്നു, അവസാനവും ഉണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു ഗോവണി കണ്ടോ? എത്ര ക്ലിയർ ആയിട്ട് കണ്ടു. നമ്മളെങ്ങാനും ആണെങ്കിൽ പറയും, ഞാനേ കണ്ടായിരുന്നേ, അതിങ്ങനെ ഒരു ഏണിയാണ്, അതിങ്ങനെ ഇങ്ങനെ അങ്ങ് പോവുക, എങ്ങോട്ടാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മൾ കണ്ട ഏണിയല്ല അങ്ങനെ, ശരിയല്ലേ? യാക്കോബ് കണ്ട ഏണി അങ്ങനെ അല്ലായിരുന്നു, കൃത്യമായിരുന്നു. നമ്മൾ ദർശനത്തിന് തുടക്കം ഉണ്ടായിരിക്കണം, അവസാനം ഉണ്ടായിരിക്കണം. വേഗമായിട്ടുള്ള കാര്യങ്ങൾ, അവ്യക്തമായ കാര്യങ്ങൾ ദൈവസഭ നിങ്ങൾ പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? പിണങ്ങിയോ നിങ്ങൾ എന്നോട്? അങ്ങനെ പിണങ്ങാൻ നോക്കുവോ? സ്തോത്രം. അത് കേൾക്കും തോറും ഒന്നോട് ആമേൻ പറഞ്ഞ് ഉറച്ചിരിക്കുക ചെയ്യാവുള്ള. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ പറയുന്നറിയാമോ, യോഹന്നാന്റെ എഴുത്തിൽ മറ്റ് എഴുത്തുകാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഹന്നാൻ ആ കാര്യം വിട്ടുകളഞ്ഞിട്ട് പറയാത്ത കാര്യങ്ങളാണ്. ഇനി യോഹന്നാൻ പറയാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. യോഹന്നാൻ മാത്രം എഴുതിയ കാര്യങ്ങൾ എന്താന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ സ്ഥിതിക്ക് യോഹന്നാൻ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ അതൊന്നും അറിഞ്ഞിരിക്കും നല്ലതല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അതിപ്രധാനമായ പല കാര്യങ്ങളും യോഹന്നാൻ വിട്ടുകളഞ്ഞു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റെഴുത്തുകാരുടെ എഴുത്തിനകത്ത് അതുകൊണ്ടാണ്, അല്ല യോഹന്നാൻ മറന്നു കളഞ്ഞിട്ടല്ല. വാസ്തവത്തിൽ യോഹന്നാനെ പോലെ അനുഭവം ഉണ്ടല്ലോ മനുഷ്യൻ വേറെ വല്ലതുകൊണ്ടോ? എപ്പോൾ സമയം കിട്ടിയാൽ, ഏത് ചാൻസ് കിട്ടിയാലും കർത്താവിന്റെ നെഞ്ചത്ത് ചാരി വേണം പുള്ളിക്കിരിക്കാൻ, അല്ലേ? അന്നേരമൊന്നും ഒറിജിനൽ രൂപം കണ്ടിട്ട് വല്ലതും ആയിരുന്നോ? അല്ല. ഒറിജിനൽ രൂപം കണ്ട യോഹന്നാന്റെ അവസ്ഥ എന്നാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ യോഹന്നാൻ അറിയാമായിരുന്നിട്ടും എഴുതാതെ വിട്ട ചില കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പഠനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നിനുമല്ല. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ എന്താ പറയാ ദിവ്യജനനം സംബന്ധിച്ച് ഒരു കാര്യം യോഹന്നാൻ പറയുന്നില്ല. പറയുന്നുണ്ടോ? ദൂതൻ മറിയുടെ അടുക്കൽ വന്നതോ, ഗർഭിണി ഒരു മകനെ പ്രസവിക്കുന്നു പറഞ്ഞതോ, ആ കാലഘട്ടം അനുഭവിച്ച ബുദ്ധിമുട്ടുകളോ, ഈ വക കാര്യങ്ങളൊന്നും യോഹന്നാൻ പറയുന്നില്ല. ഉണ്ടോ? പറയുന്നില്ല. അതൊരു വലിയ കാര്യമല്ലേ? നീ ഞാൻ ഇതിൽ ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞു, പിന്നെ പറഞ്ഞാൽ മതി, അതിന്റെ ഇടയ്ക്കൊന്ന് ഞാൻ കയറി പറയാം. യോഹന്നാൻ ഈ അത്ഭുതങ്ങളൊക്കെ എഴുതിയല്ലോ. ഒറ്റ കാര്യം പുള്ളി അത്ഭുതമെന്നല്ല, അടയാളമെന്നാ പറയും. അതെന്താ അതിന്റെ വ്യത്യാസം? ഒരെണ്ണം പോലും യോഹന്നാൻ അത്ഭുതങ്ങൾ എന്ന് പറയുന്നില്ല, അടയാളങ്ങൾ. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ ഈ അത്ഭുതം അടയാളം കണ്ട് കുറെ ഒന്നും ഓടരുത്. ഈ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരെല്ലാം പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ മനഃപൂർവ്വം നിർത്തിയതാ, പോയിന്റ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. വേദിയിൽ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരെല്ലാം ഓക്കെ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കരുതെന്ന് ഞാൻ ഈ പറഞ്ഞു. കണ്ടില്ലേ, ഒരുത്തൻ കൈകൊണ്ട് 2 തൂൺ വലിച്ച് ഞാൻ അടിപ്പിച്ചു. ആ മന്ദിരവും കൊട്ടാരവും എല്ലാം തകർന്നത് അരിപ്പണമായി. എത്ര എണ്ണത്തിനെ കൊന്നെന്നറിയാവോ? എന്റെ ചോദ്യം അതല്ല. തലേദിവസം വൈകിട്ട് പുള്ളി എവിടാന്നറിയോ? ഞാൻ പേര് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലേ? ശിംശോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എത്ര എണ്ണത്തിനെ കൊന്നത്? അത് മാത്രമാണ് 2 തൂണുകെട്ട് തോളെ വെച്ചുകൊണ്ട് അങ്ങനെ മലയെ കൊണ്ട് വെച്ച് കക്ഷി. പിറ്റേ ദിവസം ഈ ഭയങ്കര ബെടാ തൂണ് വലിച്ചു പറിച്ച് തോളെ എടുത്ത് മലമൂളി കൊണ്ട് വെച്ച ശിംശോൻ തലേ ദിവസം വൈകിട്ട് എവിടെ ഉറങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നെ ചോദ്യം.
ദലീലയുടെ കൂട്ടത്തിൽ അല്ലേ? അവിടെ തന്നെ ഓൾ നൈറ്റ് പ്രെയർ ആയിരുന്നു. പ്രായം പക്വത ഉള്ളവർ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഉറപ്പുള്ളതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കൊച്ചുപിള്ളേരാരും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ തീർത്തു പറയുന്നത്. തലേദിവസം വൈകിട്ട് പുള്ളി എവിടെ ആയിരുന്നു? ദലീലയുടെ കൂട്ടത്തിൽ. പിറ്റേ ദിവസം ആ പുള്ളി തൂണും വലിച്ചെടുത്ത് മലമുകളിൽ കൊണ്ടുവച്ചത്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പിറ്റേ ദിവസം വലിയ വീര്യപ്രവർത്തി ചെയ്തു. തലേദിവസം പുള്ളി എവിടെ ആയിരുന്നു എന്റെ ചോദ്യം? സ്തോത്രം. ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചു. മാതൃകനോട് വാഴ്ത്തപ്പെട്ട കർത്താവാണ്. 30-ാമത്തെ വയസ്സ് സ്നാനത്തിന് വേണ്ടി യോർദാനിൽ ഇറങ്ങിയപ്പോൾ ഉയർത്തൊരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനിച്ച നാൾ മുതൽ 30-ാമത്തെ വയസ്സ് വരുന്ന ജീവിതത്തിൽ ഞാൻ പ്രസാദിച്ചെന്നായി പറഞ്ഞ്. ലിസൺ മീ കെയർഫുള്ളി. ജനിച്ച നാൾ മുതൽ നസ്രായനെ, യേശു എന്നിപ്പുള്ള യെഹോശുവ നാസറീൻ, 12-ാമത്തെ വർഷം ദേവാലയത്തിൽ വന്നിട്ട് പിന്നുള്ള 18 വർഷം താൻ എവിടെ നിന്ന് ആരും അറിയുന്നില്ല. അത് തന്റെ രഹസ്യ ജീവിതമായിരുന്നു. യോർദാനിൽ മുങ്ങിപ്പൊങ്ങിയപ്പോൾ ഉയർത്തുന്ന പിതാവ് വിളിച്ചു പറയുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അർത്ഥം, നിന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനുശേഷം ശുശ്രൂഷ ആരംഭിച്ചു. 3.5 വർഷമാണ് പരസ്യ ശുശ്രൂഷ. 3.5 വർഷത്തെ പരസ്യയുടെ അവസാനത്തിലും മരുഭൂമിയിൽ വാഴ്ത്തപ്പെട്ട കർത്താവും മോശയും ഏലിയാവും ഒരുമിച്ച് സമ്മേളിക്കുന്ന മഹാസമ്മേളനത്തിൽ ഉറങ്ങിപ്പോയ ശിഷ്യന്മാർ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുമ്പോൾ അവർ കേൾക്കുന്ന ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. എന്തു മനസ്സിലായി? 3.5 വർഷം പബ്ലിക് മിനിസ്ട്രി ആയിരുന്നു, പരസ്യ ജീവിതമായിരുന്നു. അർത്ഥം വല്ലതും മനസ്സിലായോ? സ്വർഗത്തിന് അപ്പം പറയുക, 30-ാമത്തെ വയസ്സ് വരെയുള്ള നിന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മാത്രമല്ല 3.5 വർഷത്തെ പരസ്യ ജീവിതത്തിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം? ഒരു ദൈവ പൈതലിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഞാൻ എത്രയോ തവണ ഈ കാര്യം ഓർത്തിട്ടുണ്ട്, പക്ഷേ പരിശുദ്ധ അവനെ പ്രേരിപ്പിക്കുമ്പോൾ പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഒരു ദൈവ പൈതലിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. യോഹന്നാൻ ഒരിക്കൽ പോലും ഒരൊറ്റ അത്ഭുതത്തെയും അത്ഭുതം എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം അടയാളം അടയാളം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടയാളങ്ങളുടെ ആരംഭമായി. കണ്ടോ? ഗലീല കനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ജനത്തിന് കൊടുത്തതിന് ശേഷം താഴോട്ട് വരുമ്പോൾ യോഹന്നാൻ എഴുതിയിരിക്കുന്നു, അടയാളങ്ങളുടെ ആരംഭമായി. കണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരൊറ്റ അത്ഭുതം കാണുന്നില്ല, എല്ലാം അടയാളമാണ്. എന്താ അത്ഭുതവും അടയാളം തമ്മിലുള്ള വ്യത്യാസം? അത്ഭുതം നമ്മളെ കാണുന്ന അർത്ഥത്തിൽ മാത്രം ഉൾക്കൊണ്ടാൽ മതി. അടയാളം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുക. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഏതെങ്കിലും സിറ്റിയിലോ തിരുവല്ലായിലോ അങ്കമാലിയിലോ തൃശ്ശൂരോ ട്രിവാൻഡ്രത്തോ ഒക്കെ ചെല്ലുമ്പോൾ ആരോ മാർക്ക് കൊടുത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്ഥലത്തിന്റെ പേരും കാണാം. ശരിയല്ലേ? തിരുവല്ലയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ചെങ്ങന്നൂർ എന്ന് എഴുതിയിട്ട് ഇടതുവശത്തേക്ക് ഒരു ആരോ മാർക്ക്, വലതുവശത്തേക്കാണെങ്കിൽ കോട്ടയം ആരോ മാർക്ക് കൊടുത്ത് കോട്ടയം എഴുതിയിരിക്കുന്നു. കോട്ടയത്തിന് പോകാനുള്ള വഴി ഇതാണെന്നുള്ള അടയാളമായി കാണിക്കുന്നു. പക്ഷെ ആ ബോർഡ് കോട്ടയാണെന്നല്ല. ആണോ? ഈ വഴി അങ്ങോട്ട് പോയാൽ കോട്ടയത്തിൽ ചെല്ലാം എന്നുള്ളതിന്റെ അടയാളമാണ് ഈ ആരോ മാർക്ക്. അപ്പൊ കോട്ടയത്ത് എത്തണമെങ്കിൽ ആരോ മാർക്ക് എങ്ങോട്ട് കാണിക്കുന്നോ അതനുസരിച്ച് പോകണം. നമുക്ക് കോട്ടയത്തിന് പോകണ്ട, ഈ നമുക്ക് വേണ്ടത് മുഴുവൻ ഈ അടയാളമാണ്. അടയാളം കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഈ ബഹളം വെക്കുന്ന മുഴുവൻ
അടയാളം പിടിച്ചിരുന്ന കോട്ടത്തിന് പോകാൻ നോക്കിയാൽ അടയാളം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങല് കോട്ടത്തിന് ചെല്ലാൻ നോക്കി. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അത് ഞാൻ പിന്നീട് വിശദീകരിക്കുമ്പോൾ പറഞ്ഞുകൊള്ളാം. ഒരു കാര്യം ഇടയ്ക്ക് എനിക്ക് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. എന്താണ്? യോഹന്നാൻ ഒരിക്കൽ പോലും ഒരൊറ്റ അത്ഭുതത്തെയും മറ്റുള്ളവർ അത്ഭുതം എന്ന് പറയുമ്പോൾ യോഹന്നാൻ അത് മുഴുവനും അടയാളം അടയാളം എന്ന് മാത്രം പറഞ്ഞ് അടയാളവുമായി എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന്, താൻ ചെയ്ത സകല പ്രവൃത്തിയും മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് യോഹന്നാന്റെ എഴുത്തുകൾ പോയിട്ടുള്ളത്. ഞാൻ മടങ്ങി വരുന്നു. അപ്പൊ യോഹന്നാൻ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ദിവ്യ ജനനവും വളർച്ചയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യോഹന്നാൻ എഴുതിയിട്ടേ ഇല്ല. മറ്റ് ശിഷ്യന്മാരെല്ലാം കർത്താവിന്റെ സ്നാനത്തെ കുറിച്ച്, അതൊരു ചെറിയ കാര്യമല്ല അല്ലേ? എല്ലാവരും 3 പേരും കർത്താവിന്റെ സ്നാനം വളരെ കൃത്യമായിട്ട് എഴുതുമ്പോൾ യോഹന്നാൻ സ്നാനത്തെ കുറിച്ച് മിണ്ടുന്നേ ഇല്ല. യോഹന്നാൻ എവിടെയെങ്കിലും വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സ്നാനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. 3, മറ്റുള്ളവരെല്ലാം 40 ദിവസം മരുഭൂമിയിൽ പിശാച് കർത്താവിനെ പരീക്ഷിച്ചത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 പരീക്ഷകളല്ല കർത്താവ് ഉണ്ടായിരുന്നത്. ആ 40 ദിവസവും പിശാച് അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതിലൊരു 3 കാര്യമേ പറഞ്ഞുള്ളൂ. നമ്മളാണെങ്കിൽ 3 ദിവസം കൊണ്ട് 40 കാര്യം പറഞ്ഞു. ഇത് പറയും, പ്രിയൊരു ഞാൻ എന്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ നിന്ന് പറഞ്ഞാലും എന്റെ സാക്ഷ്യം തീരുകയില്ല. അതിന് മാത്രം അത്രമാത്രം സാക്ഷ്യം എനിക്ക് വിവരിക്കാൻ തക്കോണമായി ഇടയാക്കി തീരുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. എന്നാ പറഞ്ഞ നമുക്ക് തന്നെ ഒരു ബോധമില്ല. 40 ദിവസം പിശാച് രാവും പകലും പരീക്ഷിച്ചിട്ടും അതിലെ 3 കാര്യമേ കർത്താവ് പറഞ്ഞുള്ളൂ. അത് 3-ന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ആ 3 കാര്യം മാത്രം പറഞ്ഞു. ശരിയല്ലേ? പക്ഷെ ആ കാര്യം മറ്റ് സുവിശേഷന്മാരെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഒരൊറ്റ പരീക്ഷ പോലും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. എത്രയോ ഭൂതങ്ങളെ പുറത്താക്കി, ഒരെണ്ണം പോലും യോഹന്നാൻ സുവിശേഷം നമ്മൾ കാണുന്നില്ല. മറുമലിൽ താൻ രൂപാന്തരപ്പെടുന്നു, മറ്റു സുവിശേഷന്മാരെല്ലാം എഴുതി. യോഹന്നാൻ ആ ഭാഗം എഴുതിയിട്ടേയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? യോഹന്നാൻ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിപ്രധാനമായ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അന്ത്യത്താൾ മറ്റു സുവിശേഷന്മാരെല്ലാവരും ഒരു വാക്കിലെങ്കിലും രേഖപ്പെടുത്തുമ്പോൾ അന്ത്യത്താഴത്തിന്റെ കാര്യം യോഹന്നാൻ പറയുന്നില്ല. പെസഹ ആചരിക്കുന്ന കാര്യം പറയുന്നുണ്ട്, അന്ത്യത്താഴത്തെ കുറിച്ച് പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ അറിയാം. 13-ാം അധ്യായത്തിൽ പെസഹ ആചരിക്കുന്ന കാണുന്നുണ്ട്. നോക്കിക്കേ, അത് യോഹന്നാൻ ഇൻഫർമേഷൻ കിട്ടാനിട്ടൊന്നുമല്ല, പക്ഷെ മറ്റുള്ളവർ എഴുതിയിട്ടുണ്ടെന്നുള്ള കാരണത്താൽ അവർ പറയാത്ത കാര്യങ്ങൾക്ക് യോഹന്നാൻ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഗെത്സമനിലെ കാര്യങ്ങൾ, കർത്താവിന്റെ സ്വർഗാരോഹണം, ഈ വക കാര്യങ്ങളൊന്നും യോഹന്നാൻ മിണ്ടുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. മറ്റ് 3 പേരും ദൈവരാജ്യം എന്ന വിഷയം വളരെ എംഫസിസ് ചെയ്ത് പറയുമ്പോൾ യോഹന്നാൻ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞില്ല. ആകെ 2 ഇടത്തെ ദൈവരാജ്യം എന്ന പദം യോഹന്നാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, നീക്കോദിമോസുമായി സംസാരിക്കുമ്പോൾ, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല, അവിടെ ദൈവരാജ്യം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പീലാത്തോസിന്റെ അരമനയെ വെച്ച് വിസ്തരിക്കുമ്പോൾ പറഞ്ഞ കാര്യം, മനുഷ്യപുത്രൻ ദൈവരാജ്യത്ത് വരുന്ന കാര്യം. അങ്ങനെ 2 ദൈവരാജ്യം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ദൈവരാജ്യത്തെ കുറിച്ച് മത്തായിയും മർക്കോസും ഒക്കെ എത്ര 1-2 അധ്യായങ്ങൾ സവിസ്തരം വിശദീകരിച്ച് പറയുമ്പോൾ യോഹന്നാൻ ഒരു വാക്കുകൊണ്ട് പോലും ആ ഭാഗം മെൻഷൻ ചെയ്യാൻ താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ മനഃപൂർവ്വം യോഹന്നാൻ വിട്ടുകളഞ്ഞ പല കാര്യങ്ങളും തനിക്ക് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഇല്ലാഞ്ഞിട്ടോ ഗ്രാഹ്യമില്ലാഞ്ഞിട്ടോ അല്ല, മറ്റു 3 പേരും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവര് പറയാത്ത കാര്യങ്ങൾ പറയാനായിട്ടാണ് യോഹന്നാൻ എപ്പോഴും ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഇനി ഈ മറ്റുള്ളവർ പറഞ്ഞതോ പറയാത്തതോ ഒക്കെ നമുക്ക് വ്യക്തമായി. യോഹന്നാൻ താൻ ഉപയോഗിച്ച അഡീഷണൽ മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചും കൂടെ പറയുമ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും എന്ന് കരുതുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാമേ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 7 അത്ഭുതങ്ങളിൽ 5 എണ്ണം മറ്റാരും പറഞ്ഞിട്ടില്ല. 2 എണ്ണം
മറ്റുള്ള സുവിശേഷന്മാർ പറഞ്ഞിട്ടുള്ളപ്പോൾ യോഹന്നാൻ മാത്രം ആ കാര്യം പറഞ്ഞിട്ടില്ല. സോറി, യോഹന്നാൻ അവർ പറയാത്ത 5 അത്ഭുതങ്ങളെ കുറിച്ച് എടുത്തെഴുതാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ തരുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു സന്തോഷിച്ച ഒരു കാര്യം ഞാൻ പറയാം. അതിന് ഈ പഠിക്കാനുള്ള എളുപ്പത്തിൽ നോട്ട്സിനകത്ത് കൊടുത്തിരിക്കുന്നത് ദ 1-to-1 മിനിസ്ട്രി ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളോട് മാത്രം സംസാരിക്കുന്ന കർത്താവിനെ യോഹന്നാൻ സുവിശേഷത്തിൽ പലയിടത്തും കാണും. ഒരാളോട് മാത്രം സംസാരിക്കും. 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് സംസാരിക്കുന്നില്ലേ ഒറ്റയ്ക്ക്? അത് എത്ര നേരമെന്നറിയാമോ? നിക്കോദിമോസ് ആരാന്നറിയാമോ? റാബായിയ, യഹൂദ റാബായിയ. പക്ഷേ സംസാരം കൊണ്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സംസാരം കേട്ടപ്പം റാബായിയാന്ന് പേരുള്ള നിക്കോദിമോസെ, നിനക്കൊരു ചുക്കും ചുണ്ണാമ്പോ അറിയേല എന്നുള്ളത് കർത്താവ് ഈസി ആയിട്ട് വരുത്തി തീർത്തു. നീ പഠിച്ചതൊന്നും അല്ലടാന്ന് പറഞ്ഞു. നിക്കോദിമോസ് അന്തം വിട്ട് നിൽക്കുമ്പോ പറഞ്ഞ കാറ്റ് ഇഷ്ടമുള്ളോട് തോന്നും, നീ ബലം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കണ്ടോ? ഞാനത് നിക്കോദിമോസിനെ തരം താഴ്ത്തുന്ന പറയാനായിട്ടല്ല, ആ ഒറ്റ വ്യക്തിയോട് പേഴ്സണലായി സംസാരിച്ച് അവന്റെ ആത്മീക നിലവാരം എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞ് ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ആത്മീക പക്വതയും ശുശ്രൂഷയുടെ രീതിയും കർത്താവ് ഉപയോഗിച്ചു. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ പ്രഗത്ഭന്മാരെല്ലാം ഒരു കൺവെൻഷന് വിളിച്ചാൽ ആദ്യം തന്നെ അവരുടെ അസിസ്റ്റന്റ് വന്ന് ഇതെവിടാണ് ഈ യോഗം നടക്കുന്നത്, ഗ്രൗണ്ട് എങ്ങനെയുണ്ട്, റേഞ്ച് ഉള്ള ഏരിയയാണോ, ആളുകൾ ധാരാളം കൂടുമോ, എത്ര കസേര ഗ്രൗണ്ടിൽ ഉണ്ടാകും എന്നിത്യാദി കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് മാത്രമേ അവർ വേദിയിൽ വരികയുള്ളൂ. സ്തോത്രം. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് പ്രഗത്ഭന്മാരെല്ലാം ഒരേ ഡേറ്റിൽ 3-4 കൺവെൻഷൻ ഏൽക്കും. എന്നിട്ട് ഏത് കൺവെൻഷനാണോ ആള് കൂടുതലുള്ളത് അങ്ങോട്ട് പോകും. മറ്റു കൺവെൻഷനിൽ വിളിച്ചു പറയും ഞാൻ തിരക്കിലാണ്, അല്ലെങ്കിൽ വേറെ ആളെ വിടാന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആൾ കൊണ്ട് യോഗത്തിന് പോകും. അങ്ങനെ പലർക്കും പകരക്കാരനായി ഞാനും പോയിട്ടുണ്ട്. മെയിനായിട്ടൊന്നും പോയിട്ടില്ല, പകരക്കാരനായിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി അത് ഇത്ര നല്ല പണിയല്ല. സ്തോത്രം. കണ്ടോ? ആളും പേരും കൂടുന്നോട്ടും ചെന്ന് പ്രകടനം കാണിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒറ്റ ആളെ ഫോക്കസ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും പോയെന്ന് തോന്നുന്നു. നാട്ടിലുള്ളവരും റാസൽ കൈമലുള്ളവരും എല്ലാം ഇട്ടേച്ചു പോയി. പോട്ടെ. സ്തോത്രം. മടങ്ങി വന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷ ശ്രദ്ധിച്ചേ. ഒരൊറ്റ ആളോട് അവന്റെ ആത്മീക നിലവാരം എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞ് സംസാരിച്ച് അവനെ ദൈവസന്നിധി കൊണ്ടുവരാൻ 2 മിനിറ്റോ 5 മിനിറ്റോ ഒന്നും അല്ല സംസാരിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നിക്കോദിമോസും വാഴ്ത്തപ്പെട്ട കർത്താവിനുള്ള സംഭാഷണം നല്ല ടോപ്പിക്കുകളൊക്കെ എടുത്തിട്ടുള്ള സംഭാഷണമാണ്. സ്തോത്രം. അപ്പോഴേ നമുക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടേ. ഒറ്റൊരാളെ കൈ കിട്ടിയാലും അനുഭവിച്ച സന്തോഷം, രക്ഷപ്പെട്ട വിധവും ഒക്കെ മറ്റുള്ളവരുടെ പറയാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകണം. കുറച്ച് മർമ്മം മാത്രം ഗ്രഹിച്ചുകൊണ്ട് പോയത് കൊണ്ടായില്ല, രീതികൾ കൂടെ അറിയണം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പോട്ടെ. ശമരസ്ത്രീയോടുള്ള കർത്താവിന്റെ സംഭാഷണം 10,000 പേർ കൂട്ടത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്? അല്ല. സമൂഹം അറപ്പോടും വെറുപ്പോടും പുച്ഛിച്ചും നിന്ദിച്ചും ഒക്കെ കാണുന്ന വ്യക്തികളോട് ദീർഘനേരം സംസാരിക്കാൻ കർത്താവിനൊരു മടിയുണ്ടായില്ല. നമ്മളത് ഞാനെല്ലാം മിണ്ടാൻ പോയില്ല, എനിക്ക് അവളെ കാണുന്നതേ ഇഷ്ടമല്ല. നമ്മുടെ രീതി. ഞാനെങ്ങും മീറ്റിംഗ് കഴിഞ്ഞ ആശീർവാദം പറഞ്ഞ അന്നേരം ഞാൻ വണ്ടിയൊക്കെ എന്നാ പറയാനായിട്ടാ. പിന്നെ അവളോടൊക്കെ ഇപ്പൊ ആരാ മിണ്ടാൻ പോണം? നല്ല ഗുണമാണ്. സ്തോത്രം. നീ മിണ്ടണ്ട. കാരണം നമ്മളിങ്ങനെ ഹോളിനകത്ത് നിന്ന് ഇങ്ങനെ
ആ നിറവിനകത്ത് വരുന്ന കാരണം ഇവളോട് മിണ്ടാൻ നമുക്കൊരു നിയോഗമില്ല. അതാ, മനസ്സിലാവുന്നുണ്ടോ? ഏറ്റുവാനൊരു അച്ഛനുണ്ടായിരുന്നു. മാസം കഴിഞ്ഞ് വന്നിട്ട് വണ്ടി കയറിട്ട പുള്ളി ആത്മാവിലായിരുന്നു. ടിക്കറ്റ് ചോദിക്കുമ്പോഴെല്ലാം പുള്ളി അന്യഭാഷയാ പറഞ്ഞത്. കാരണം മാസവും കഴിഞ്ഞിട്ട് വരുന്ന വരവ അത്ര തീഷ്ണത. KSRTC ബസ്സിൽ കയറിട്ടുമ്പോൾ ആത്മാവിന്റെ ഒഴുക്ക് നിന്നില്ലെന്ന്. നമ്മൾ വാങ്ങുന്നില്ലാണ്ട് വരുന്നത്. അത് കാരണം എന്റെ കൃപ ചോർന്നു പോകുന്നത് ഞാൻ മിണ്ടിയില്ലെന്നാ പറഞ്ഞു. പ്രിയരെ, ഒരാളോടെങ്കിലും യഥാസ്ഥാനപ്പെടാനുണ്ടെങ്കിൽ ഞാനൊരു കാര്യത്തിനോട് പറയട്ടെ. നിങ്ങളെല്ലാം വിവിധ സഭായം കൂടുന്നവരാണല്ലോ. സഭായം കഴിഞ്ഞ് ദൈവമക്കളെല്ലാവരും ഒറ്റ ആളോട് പോലും ഞാൻ മിണ്ടാതിരുന്നിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എല്ലാവരോടും ഒരു വാക്കിൽ എന്തുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു, ക്ഷേമമായിരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. സഹവിശ്വാസികളെ നിങ്ങൾ അനുഗ്രഹിക്കണം. അമ്മച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ, ആന്റി ദൈവം അനുഗ്രഹിക്കട്ടെ, അപ്പച്ച ദൈവം അനുഗ്രഹിക്കട്ടെ, അങ്കിളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. സ്തോത്രം. അല്ല അങ്കിളെ ഇന്നാള് പറഞ്ഞതിന്റെ ബാക്കി അത് എന്തായിരുന്നു? അന്നേരം വണ്ടി വന്നേരം ചാടിക്കേറിയെങ്കിൽ പോയി എന്നെ ബാക്കി അറിയാൻ പറ്റില്ല. എനിക്ക് അല്ലേലും അറിയായിരുന്നു ഇങ്ങനെയൊക്കെ വരുവുള്ളെന്ന്. അങ്ങനെയുള്ള കാര്യം പറഞ്ഞു പോണ കാര്യമല്ല ഞാൻ പറഞ്ഞു. മനസ്സ് തുറന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പച്ച, അമ്മച്ചി, ആന്റി അല്ലെങ്കിൽ മക്കളെ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കാനും ക്ഷേമാൻഷ് അറിയാനും ഒരു വാക്ക് സംസാരിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ദൈവസഭയിൽ വന്ന് ഒരേ അപ്പത്തിന്റെ അംശികളായി തിരുമേശ പങ്കുകൊണ്ടുപോകുന്ന ഉറച്ച വ്യക്തികൾ പോലും മിണ്ടാതിരിക്കരുത്. ഒരേ സഭയിൽ ആരാധിക്കുകയും സഭായോഗം കൂടുകയും തിരുമേശ കൂടുകയും ചെയ്യുമ്പോഴും തന്നെ മാസങ്ങളായി മിണ്ടാത്ത ആളുകൾ ഒരുമിച്ചിരുന്നാണ് സഭായോഗത്തിൽ തിരുമേശ കൂടുന്നത്. ആ തിരുമേശയൊന്നുമല്ല, ബണ്ണും ശാലും അതിന്റെ കഷ്ണം ചാറും കിട്ടി, അത്രയോ. തിരുമേശ ആയിരുന്നെങ്കിൽ നീ അതിന് മുമ്പ് മിണ്ടിയന്. സ്വോത്രം. എനിക്കറിയാവുന്നേ, മാസങ്ങൾ തമ്മിൽ സംസാരിക്കാത്തവർ ഒരുമിച്ചിരുന്ന് ഒരേ അപ്പത്തിന്റെ അംശികളായി തിരുമേശ കൂടുന്നവർ. പോട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് യോഹന്നാൻ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലൂടെ ഒക്കെ കടന്നു വരുമ്പോൾ കുറച്ചുകൂടെ പറയാനായിട്ടുണ്ട്. ഞാനിപ്പോ നോങ്ങി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. കണ്ടോ, 1-to-1 മിനിസ്ട്രി. ആരോടും ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനോട് ഒരു മടിയുമില്ലാതെ വ്യക്തിപരമായ സമയം ചെലവഴിക്കാൻ മടിയില്ലാത്ത വാഴ്ത്തപ്പെട്ട കർത്താവ്. ഈ ഒരു മനോഭാവം നമുക്കൂടെ ഉണ്ടായിരുന്നു നന്നായിരുന്നു കേട്ടോ. ക്രിസ്തുവിനോട് അനുഭവപ്പെടുന്ന ദൈവമക്കൾക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. ഒരാളെ ഫോക്കസ് ചെയ്ത് അവനെ നേടാൻ, ആ വ്യക്തിയെ നേടാൻ. എല്ലാവരും തള്ളിക്കളഞ്ഞതായിരിക്കാം, ആർക്കും വേണ്ടാത്തതായിരിക്കാം, ലോകം മുഴുവൻ കുറ്റം പറഞ്ഞതായിരിക്കാം, ലോകം മുഴുവൻ ആക്ഷേപം ചൊരിയുന്നതായിരിക്കാം, ലോകത്തിന് വേണ്ടാത്തതായിക്കൊള്ളട്ടെ. പക്ഷെ നേടാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അവിടെ പേഴ്സണൽ ഇവാഞ്ചലിസം മറക്കരുതേ. ഓഫീസിൽ ജോലി ചെയ്യുന്നവരോട്, സഹപ്രവർത്തകരോട് ഒരിക്കലെങ്കിലും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയി നാം പ്രാപിച്ച നിത്യയുടെ സന്തോഷം പറഞ്ഞിട്ടുണ്ടോ? നരകക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത ദൈവസ്നേഹത്തെ കുറിച്ച് എത്രയോ നാളായി അപ്പുറത്ത് നിന്ന് ജോലി ചെയ്യുന്നു, കൂടെ ഇരിക്കുന്ന ആളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട്. സമയം മുന്നോട്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കും. കർത്താവ് എപ്പോഴും വ്യക്തിപരമായി ആളുകളോട് ഇടപെടുന്നതിനും ഡീൽ ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും സമയം കണ്ടെത്തിയിരുന്നു, ചെയ്തിരുന്നു, ആളുകളെ നേടിയിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് പറഞ്ഞാൽ ആ ഭാഗം വിടുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് അല്പം വിശദമായി പറഞ്ഞ കാര്യമാണ്. കർത്താവ് പറഞ്ഞ ഞാനാകുന്നു എന്നുള്ള 7 കൂട്ടം കാര്യം ദൈവം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് ഓരോന്നും പറയുമ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞപ്പോ ഇതിലെ 7 പോയിന്റും എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളെന്നും ക്ലാസ് അവസാനിപ്പിക്കുന്ന ടൈം ആയതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനോട് അവസാനിപ്പിക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു.